ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപ്തി സീതത്തോട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവർ ചെയ്ത ഒരു പ്രവൃത്തി കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ദീപ്തി സീതത്തോട്. അപ്പോൾ അവരെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ നമ്മളും ചെയ്തിരുന്നു. അവര് ഒരു ആദിവാസി കുട്ടിയെ കൊണ്ടുവന്ന് സ്വന്തം മകളായിട്ട് വളർത്താൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് കുറെ വിഷയങ്ങളുണ്ടായി. അവർക്ക് ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു. ഇതായിരുന്നു അവരെ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും എടുത്ത് റിയാക്ട് ചെയ്യാനുണ്ടായ കാരണം. അവരവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരവരുടെ ചാനലിലൂടെ ചെയ്യുന്ന കുറെ നന്മകള്, നമുക്ക് അവര് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന കുറെ നന്മകള് പലരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരിൽ കുറെ നന്മ ഉണ്ട്, അതുകൊണ്ട് അവർ അന്ധമായി വിമർശിക്കേണ്ട ഒരാളല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അവർ ഈ അവസാനം ചെയ്ത ഈ ആദിവാസി പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്വന്തം മകളായി വളർത്തുക എന്നുള്ള നിയമങ്ങളോ നിയമവശങ്ങളോ ഒന്നും നോക്കാതെ ഒരു മണ്ടൻ തീരുമാനം പോലെ അവർ ചെയ്ത ആ കാര്യത്തിന് അങ്ങനെ അന്ധമായിട്ടൊന്നും ഒരു റിയാക്ഷൻ വീഡിയോക്കാരും അവരെ വിമർശിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിയാക്ഷൻ വീഡിയോ, ഒരുപാട് റിയാക്ഷൻ വീഡിയോ അതിനെക്കുറിച്ച് വന്നു. അവരെ സപ്പോർട്ട് ചെയ്ത പോലെയും വന്നു, അതിന്റെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞുകൊണ്ടും വന്നു. നമ്മളും അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ അതിന്റെ കുറെ വശങ്ങൾ, അതിന്റെ നിയമവശങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്ത ആ മണ്ടത്തരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ വന്നപ്പോൾ അവരതിനെ എതിരെ റിയാക്ട് ചെയ്തുകൊണ്ട്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കൊക്കെ എതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കൊക്കെ ഒരു മറുപടി എന്ന നിലയ്ക്ക് അവരൊരു വീഡിയോ ഇന്ന് ചെയ്യണ്ടായി. ചെയ്തു വെച്ച മണ്ടത്തരം, അതിനെ വീണ്ടും എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്തൊക്കെയോ മണ്ടൻ തിയറികൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ആ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മറുപടി വീഡിയോ ചെയ്തിട്ടുള്ളത്. അവർ ആ കുട്ടിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് അവർ പറയുന്നത്, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവരൊരു ആദിവാസി കുട്ടിയെ ഒരു ആദിവാസി ഊരിൽ നിന്ന് അതിന്റെ അമ്മ അവർക്ക് വളർത്താൻ വേണ്ടി കൊടുത്തു. ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ഈ ദീപ്തിക്ക് വളർത്താൻ വേണ്ടി കൊടുത്തു. ദീപ്തി ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുന്നു, പൊന്നുപോലെ നോക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് ശിശു സംരക്ഷണ സമിതിക്ക് വകുപ്പിന് അതിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു. അവരെ വകുപ്പ് വിളിപ്പിക്കുന്നു. അവര് തിരിച്ച് ഈ കുട്ടിയുടെ അമ്മയെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു. അതാണ് അതിന്റെ നിയമവശം എന്ന് പറയുന്നു. അവർ തിരിച്ചു പോരുന്നു, കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഇതാണ് വിഷയം. അവര് അതിന്റെ യാതൊരു നിയമങ്ങളും നോക്കിയിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. വെറുതെ കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നു, വീട്ടിൽ വളർത്താൻ ശ്രമിക്കുന്നു, പറ്റാതെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. അതിന് അവര് പറഞ്ഞിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞാല്, ഞാൻ ഈ കുട്ടിയെ കൊണ്ട് വരുമ്പോ തന്നെ എനിക്കറിയായിരുന്നു പരാതി വരുന്നത്. എല്ലാ ആളുകളും പറയുന്നത് ഞാനത് വീഡിയോയിലൂടെ കണ്ടന്റായി കാണിച്ചതുകൊണ്ടാണ് പരാതി വന്നത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് അല്ലെങ്കിൽ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ വളർത്തിയായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ എത്ര കാലം വേണമെങ്കിലും വളർത്തായിരുന്നു എന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്. പക്ഷെ എനിക്ക് ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അറിയായിരുന്നു ഇതെന്തായാലും പരാതിയാവും എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. എന്നാലും ഞാനൊന്ന് കൊണ്ടുവന്ന് നോക്കി എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കത് അറിയായിരുന്നു, ഇത് പരാതി വരുന്നുള്ള കാര്യം അറിയായിരുന്നു. അവർക്ക് ആത്മാർത്ഥമായിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നിയമവശം നോക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് അവർക്ക് ആ വകുപ്പിലോ അല്ലെങ്കിൽ ഒരു ശിശു സംരക്ഷണ വകുപ്പിലോ അവരുടെ ഓഫീസിലോ പോയിട്ട് ഇതിനെന്തെങ്കിലും നിയമവശം ഉണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് വളർത്താൻ പറ്റുമോ എന്ന് ഒരു തവണയെങ്കിലും അന്വേഷിക്കായിരുന്നു. വേണ്ട, അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കായിരുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കായിരുന്നു. അവർ നിയമങ്ങളൊന്നും അറിയാത്ത ആളൊന്നും അല്ലല്ലോ. എന്നിട്ട് അവർ പറയുന്നത് എനിക്ക് അറിയായിരുന്നു പരാതി വരുന്ന അറിയായിരുന്നു വെച്ചാൽ എന്തിനാണ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അങ്ങനെ പ്രതീക്ഷ കൊടുത്തത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് ദിവസമെങ്കിലും അങ്ങനെ പ്രതീക്ഷ കൊടുത്തത് എന്തിനായിരുന്നു എന്നേ ചോദിക്കാനുള്ളൂ. പിന്നെ അവർ പറയുന്നത് അഥവാ ഈ പരാതി വന്നില്ല എങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെ ചെയ്യാൻ ഇതൊരു പ്രചോദനമാവുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാല് ഈ ദീപ്തി ചെയ്ത ഈ കാര്യം, കാട്ടുപോകുന്നു, കുട്ടീനെ കൊണ്ടുവരുന്നു, വളർത്തുന്നു, ഈ കാര്യം ആരും പരാതി കൊടുത്തില്ല എങ്കിൽ അവരെ ചിലപ്പോൾ പരാതി കൊടുക്കില്ല. കാരണം അവർ കുറെ കാലങ്ങളായിട്ട് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പിന്നെ അവരൊരു വളരെ നന്മ നിറഞ്ഞൊരു സ്ത്രീയാണെന്നുള്ള ലേബൽ അവർക്കുണ്ട്. അതുകൊണ്ട് അവരൊരു കുട്ടിയെ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ ചിലപ്പോൾ ആരും പരാതി കൊടുക്കില്ലായിരിക്കാം. അങ്ങനെ പരാതി കൊടുക്കാതെ അവർ ആ കുട്ടീനെ വളർത്തുന്നത് കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ കാട്ടുപോയിട്ട് ഒരു കുട്ടീനെ അവിടുന്ന് അച്ഛന്റെയോ അമ്മയുടെയോ അവരെ ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരാ കുട്ടിയെ തരാൻ നമ്മൾക്ക് തയ്യാറാവുകയാണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ ഒരു നിയമവും നോക്കാതെ വെറുതെ ഒരു കുട്ടീനെ എടുത്തോടൊന്ന് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തിയാൽ അത് ഇവിടുത്തെ നിയമം അംഗീകരിക്കുന്ന ദീപ്തിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ നിയമമുണ്ടോ? അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം ഉൾക്കൊണ്ടാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണോ അത്? ചിലപ്പോൾ ദീപ്തിയുടെ പേരിൽ കേസ് വരില്ലായിരിക്കാം. ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ പേരിൽ കുട്ടികളപ്പിടുത്തക്കാരെ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ആദിവാസികളെ കടത്തിക്കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞിട്ടോ എന്ത് രീതിയിൽ വേണമെങ്കിലും ഒരു കേസ് വരാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരം മണ്ടൻ കാര്യങ്ങൾ കാണിച്ചിട്ടാണോ ആളുകൾക്ക് പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വിശദീകരണം
പ്രതികരണം ഇതിന് ദീപ്തി തരുന്ന ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ്. ഇത് വീഡിയോയിലൂടെ കാണിച്ചില്ലെങ്കിലും ഇതിൽ പരാതി വരുന്ന എനിക്ക് അറിയായിരുന്നു എന്നതിന് ഉദാഹരണമായിട്ട് ദീപ്തി പറയുന്ന ഒരു കഥയുണ്ട്. അതിലൊരു സംഭവം, ദീപ്തിയുടെ വീട്ടിലൊരു പാറയുണ്ടായിരുന്നു. ദീപ്തി പറയുന്ന കല്ല് എന്നാണ്, നിസ്സാരമായിട്ട് കല്ല് എന്നാണ് പറയുന്നത്. ദീപ്തിയുടെ വീട്ടിൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. അവർ കുറച്ച് മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. അതിനടുത്ത് എവിടെയോ ഒരു കല്ലുണ്ട് എന്നാണ് ദീപ്തി പറയുന്നത്. അത് കുറച്ച് പാറക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ദീപ്തിയുടെ പല വീഡിയോയിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ആ കല്ല് പൊട്ടിക്കാൻ കംപ്രസർ ഉപയോഗിച്ച്, ബോംബൊന്നും വെച്ചല്ല ദീപ്തി പൊട്ടിക്കുന്നതെന്നാണ് പറയുന്നത്, കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിക്കാൻ ദീപ്തി ശ്രമിച്ചു എന്നല്ല, രാവിലെ അവരുടെ വീട്ടിലത് ചെയ്തു. അവരുടെ വീട്ടിലെന്തോ പട്ടിക്കൂട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ആ കല്ല് പൊട്ടിച്ചപ്പോൾ തന്നെ അത് ആരോ മെയിൽ ചെയ്തിട്ട് മൈനിങ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. ഉച്ചയായപ്പോഴേക്കും പത്തനംതിട്ടയിൽ ഇവരുടെ വീട്ടിൽ ആളെത്തി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അത് വലിയ വിഷയമായി. അപ്പൊ ദീപ്തി പറയുന്നത്, അങ്ങനെ എന്നോട് വിരോധമുള്ള ഒരുപാട് പേരുണ്ട്, അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം, അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളെ വീട്ടിലുള്ള കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിന്, അല്ലെങ്കിൽ അത് ഖനനം ചെയ്യുന്നതിന്, അത് ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തുന്നതിന് ഒക്കെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മളിപ്പോൾ വീട് വെക്കുന്നു, നമ്മൾ അവിടുത്തെ മണ്ണെടുത്ത് മാറ്റുന്നു, അത് നമ്മൾ പുറത്ത് കൊടുക്കുന്നുണ്ടോ, ആ മണ്ണ് നമ്മുടെ പറമ്പിൽ തന്നെയാണോ നിരത്തുന്നത്, ഇതിനൊക്കെ നിയമമുണ്ട്. നമ്മൾ ആദ്യം അതിന് സമ്മതപത്രം വാങ്ങേണ്ടതാണ്, പുറത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പെർമിറ്റ് വാങ്ങേണ്ടതാണ്. നമ്മളെ വീട്ടിൽ കല്ലുണ്ട്, വെട്ടുകല്ലുണ്ട്, നമുക്ക് വെട്ടിയെടുക്കണമെങ്കിൽ അത് നമ്മൾ അതിന് പെർമിഷൻ വാങ്ങേണ്ടതാണ്. നമ്മളത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പെർമിറ്റ് വാങ്ങേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഈ കല്ല് എന്ന് പറയുന്ന വസ്തു. കല്ല് എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ട് നമ്മൾ ഈ കല്ല് കളിക്കുന്ന കല്ലല്ല, അത് പാറയാണ്. അത് പൊട്ടിക്കുന്നതിന് തീർച്ചയായിട്ടും നിയമം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അയൽവാസി പരാതി കൊടുത്തു. ഇപ്പൊ അത് ദീപ്തി പറയുന്നത് ഞാൻ വീഡിയോയിൽ പോലും കാണിച്ചിട്ടില്ല, എന്നിട്ടും പരാതി വന്നു എന്നാണ് പറയുന്നത്. അത് ദീപ്തിയുടെ ഏതെങ്കിലും അയൽവാസി ആയിരിക്കാം പരാതി കൊടുത്തത്. ദീപ്തി പറയുന്ന പോലെ ദീപ്തിയോടുള്ള വിരോധം വെച്ചായിരിക്കാം പരാതി കൊടുത്തത്. അല്ലെങ്കിൽ ഒരു പക്ഷെ ഈ പാറ പൊട്ടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് കേടുപാടുകൾ വരും, അദ്ദേഹത്തിന്റെ ഭൂമിക്കും ദോഷം വരും വെച്ചിട്ടായിരിക്കാം അവർ പരാതി കൊടുത്തത്. നമ്മൾ മലയോര മേഖലയിൽ, സാധാരണ നിരന്ന പ്രദേശത്ത് സാധാരണ ഭൂമിയിലാണെങ്കിൽ പോട്ടെ, മലയോര മേഖലയിൽ പാറ പൊട്ടിക്കുന്നതിന് വേറെ നിയമമുണ്ട്. എത്ര ചെറുതാണെങ്കിലും, എത്ര ചെറിയ കോറിയാണെങ്കിലും, എത്ര വീട്ടിലത്തെ പാറയാണെങ്കിലും അത് പൊട്ടിക്കുന്നതിന് വേറെ നിയമങ്ങളുണ്ട് എന്നാണ് എന്റെ അറിവ്. ദീപ്തിക്ക് ഇതിനെക്കുറിച്ച് അറിയോ ഇല്ലേ? നമ്മളെ വീട്ടിലൊരു പാറ പൊട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് ഈ നിയമങ്ങളൊന്നും അറിയില്ല. ഇതിന് യഥാർത്ഥ നിയമം അറിയുന്ന വലിയ വക്കീലൊന്നും അല്ല ഞാനും. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ, ഇതിനൊരു നിയമവശം ഉണ്ടാവുമോ, ഇതിന് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടതാണോ, ഇത് പൊട്ടിച്ചത് പ്രശ്നമാവോ, ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുമോ, നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ. അപ്പൊ നിയമത്തിന്റെ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ഒരു ലോജിക്കും ഇല്ലാതെ വന്നിട്ട് എനിക്കറിയായിരുന്നു ഇങ്ങനെയാവും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് തോന്നിയ പോലെ വളർത്താൻ പറ്റില്ല, നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്ന് വളർത്താൻ പറ്റില്ല എന്ന് സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാം. ഇവിടെ ദത്തെടുക്കുന്നതിന് ഒരുപാട് നൂലാമാലകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്വത്തിന്റെ എത്രയോ ശതമാനം എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതിനൊരു കമന്റ് കണ്ടു, നമുക്ക് സ്വത്ത് വേണമെന്നില്ല, പക്ഷെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ കുട്ടിയെ ദത്തെടുക്കാൻ പറ്റും എന്നൊക്കെ കമന്റ് കണ്ടു. ശരിയായിരിക്കും, നമുക്ക് പൊതുവെ അങ്ങനെ കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും അറിയില്ല, ദത്തെടുക്കുന്നതിന്റെ നിയമങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷേ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലും നമ്മളൊരു പക്ഷേ ആ കുട്ടിയെ നോമിനിയായിട്ട് വെക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് വെറുതെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വളർത്താനൊന്നും സാധിക്കില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്യാം, പിന്നീട് യോജിച്ച വിധത്തിലൊരു കുട്ടി വരുമ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ച ശേഷം നമുക്ക് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്നും നോക്കാതെ വെറുതെ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുക, അതും നമ്മളിപ്പോ കുറച്ച് ദിവസം വെറുതെ നിർത്തുന്നു, ഒരു വിരുന്ന് പാർക്കുന്ന പോലെ കൊണ്ട് നിർത്തുന്നു, അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അമ്മ എന്ന് വിളിപ്പിക്കുന്നു, അച്ഛന്ന് വിളിപ്പിക്കുന്നു, എന്റെ മകളാണെന്ന് പറയുന്നു, പണ്ടേ എന്നെ അമ്മ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ കുട്ടി നീ എന്ന് വിളിക്കുന്നുണ്ട് ഈ ദീപ്തിയെ. ആ കുട്ടി പണ്ടേ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അമ്മ എന്നല്ലേ വിളിക്കുള്ളൂ, നീ എന്ന് പറയുമോ? എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു പറയേണ്ട വിഷയമല്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അലസമായി കൈകാര്യം ചെയ്യുമ്പോൾ, അതും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആളുകൾ ഒരു പക്ഷേ വിമർശിച്ചു എന്ന് വരും. പിന്നെ ആളുകൾ ഇത് കണ്ടന്റ് ആക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ദീപ്തി തന്നെ പറയേണ്ടത്, കുറച്ച് കമന്റേ ഞാൻ കണ്ടുള്ളൂ കണ്ടന്റ് ആക്കുന്നു എന്നുള്ളത്. കണ്ടന്റ് ആക്കുന്നു എന്നുള്ള ഒരുപാട് കമന്റ് പല റിയാക്ഷൻ വീഡിയോന്റെ അടിയിലും കണ്ടിട്ടുണ്ട്. കണ്ടന്റ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് 1, 2, 3 ദിവസം ആ കുട്ടി ദീപ്തിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരിൽ പക്ഷെ ദീപ്തി ഒരു 4, 5 വീഡിയോയും പിന്നെ കുറെ ഷോർട്സും ചെയ്ത് അത് ഫുള്ള് ആ കുട്ടിയെ മാത്രം വെച്ചിട്ട് കണ്ടന്റ് ആയിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇത് കണ്ടന്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ വീട്ടിലെ കുട്ടിയെ പോലും, നമ്മുടെ സ്വന്തം കുട്ടിയെ പോലും ഇത്തരം യൂട്യൂബ് വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുള്ളൊരു നാടാണിത്. അവിടെ കൊണ്ടുവന്നിട്ട് വേറൊരാളുടെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതും ഒരു ഹെൽപ്പ് എന്നുള്ള പോലെ, ഒരു ചാരിറ്റി അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന സഹായം എന്നുള്ള പോലെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും പറയും നിങ്ങൾ കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്ത് എന്ന് പറയും. ഇത്രയും കാലം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന
ഒരാള് ഇതൊന്നും അറിയാത്ത ഒരാളാവണം എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ പോട്ടെ, ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുന്നു. ആ കുട്ടിയുടെ അമ്മ സമ്മതിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ആ കുട്ടിയുടെ അച്ഛനെ കാണിക്കുന്നില്ല, അച്ഛൻ ആരാന്ന് പറയുന്നില്ല, അച്ഛനും അമ്മയും തമ്മിൽ അത്ര നല്ല ടേമിലും അല്ല. അപ്പൊ ഈ അച്ഛന് പരാതി ഉണ്ടോ, അച്ഛൻ സമ്മതിച്ചോ, അതൊന്നുമില്ല. അമ്മ ഈ കുട്ടിയെ കൊടുക്കുന്നു, നോക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഈ കുട്ടിയെ ദീപ്തി യാതൊരു നിയമവശവും നോക്കാതെ, യാതൊരു നിയമ നടപടി എടുക്കാതെ, ഒരു അധികൃതരെയോ ആരെയോ ഉദ്യോഗസ്ഥരെയോ ആരെയോ അറിയിക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നു. അതും ഒരു ആദിവാസി കുട്ടി. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അങ്ങനെ കുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ നാവ് കൊണ്ട് പറയാൻ പാടില്ലെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് മറുപടി പറയും? അല്ലെങ്കിൽ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള സാമാന്യ ബോധം ഉണ്ടാവില്ലേ? നമ്മളായിരിക്കും അതിന്റെ ഉത്തരവാദി എന്നുള്ള സാമാന്യ ബോധം ഉണ്ടാവില്ലേ? ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടീനെ കൊണ്ടുവന്ന് വളർത്തിയത്? അല്ലെങ്കിൽ ആരാണ് ഈ കുട്ടി? നിങ്ങൾ ദത്തെടുത്താണോ? നിയമ നടപടി എന്താ? ഇതൊന്നും ഒരു സാധാരണ ബുദ്ധിയുള്ള ജനം പോലും ചിന്തിച്ചു പോകും. അപ്പൊ ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന, വലിയ ടീച്ചറാണെന്ന് പറയുന്ന, വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന, ഇത്രയും വർഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന, ഇത്രയും ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വെറും ഒരു ഹൃദയവികാരം മാത്രം വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുക? തലച്ചോറ് കൊണ്ട് ചിന്തിക്കില്ലേ? ദീപ്തി പറയേണ്ടത്, എനിക്കറിയായിരുന്നു ഇങ്ങനെ തോന്നിയ പോലെ കൊണ്ടുവരാൻ ഇത് പട്ടിയും പൂച്ചയും ഒന്നും അല്ല എന്ന് ദീപ്തിക്ക് അറിയായിരുന്നു എന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട്. ശരിയാണ്, ദീപ്തിക്ക് അറിയണമല്ലോ ഇത് പട്ടിയും പൂച്ചയും ഒന്നും അല്ല, അത് കുട്ടിയാണ്. കുട്ടീനെ കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് നിയമമുണ്ടെന്ന് അറിയേണ്ടതല്ലേ? വേണ്ട, പട്ടിയെ കൊണ്ടുവരുന്നതിന് നിയമമുണ്ട്. പട്ടിയെ നമ്മൾ വീട്ടിൽ വളർത്തണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കണം. അല്ലാതെ തോന്നിയ പോലെ വളർത്താൻ പറ്റിയല്ല പട്ടി എന്ന് പറയുന്ന സാധനം. ഏത് വളർത്തുമൃഗത്തിനെ വളർത്തണമെങ്കിലും ലൈസൻസ് എടുക്കണം. അപ്പൊ പിന്നെ ഒരു മനുഷ്യ കുട്ടീനെ കാട്ടു പോയിട്ട് കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രത്യേക നിയമം ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും ഈ ദീപ്തി പറയുന്ന വ്യക്തിയില്ലേ? ഞാനൊരു വിമർശനമായിട്ടോ, ഇപ്പൊ നമ്മള് ദീപ്തി പറയുന്ന വ്യക്തി വളരെ നല്ലൊരു ഹ്യൂമൺ ആയതുകൊണ്ട്, അവരെ ഒരുപാട് നല്ല ചാരിറ്റികൾ ചെയ്യുന്നത് കൊണ്ട് അവരൊരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ അവരെ കുറിച്ചൊരു നെഗറ്റീവായിട്ടൊരു വീഡിയോ ചെയ്ത, ഞാൻ ഇതിന് മുൻപ് ചെയ്ത വീഡിയോ അങ്ങനെ നെഗറ്റീവായിട്ടല്ല ചെയ്ത് വെച്ചാലും അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു അത്. പക്ഷെ അതിന്റെ അടിയിലും അവരുടെ അന്ധമായിട്ടുള്ള ആരാധകർ വന്നിട്ട് ദീപ്തി നല്ല വ്യക്തിയാണ്, എന്തിനാ ദീപ്തിനെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നൊക്കെ കമന്റ് ഇടുന്നുണ്ട്. ആളുകൾ ഈ പുറമേ കാണുന്ന, പെട്ടെന്ന് കാണുന്ന ഒരു ആരാധന ഉണ്ട്, അതുകൊണ്ട് ആരാധിക്കുന്നതാണ്. അപ്പൊ അവർക്ക് മാതൃകയാവേണ്ടതാണ്. അല്ലാതെ അവരെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്. അവരെ കുറച്ചെങ്കിലും നിയമത്തിനെ കുറിച്ച് ബോധവാന്മാരാക്കാനുള്ള കഴിവാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ഈ മണ്ടത്തരങ്ങൾ കാണിച്ചു കൊടുക്കല്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല വേണ്ടത്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും നിയമത്തിന് വിധേയരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ദീപ്തിയുടെ വിവാഹം തന്നെ, ദീപ്തിയുടെ ആദ്യത്തെ വിവാഹം, അത് ദീപ്തി ഒരു പക്ഷെ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു വെച്ചാല് അന്ന് തന്നെ ദീപ്തിക്ക് അറിയാൻ സാധിക്കും ഇദ്ദേഹം മുൻപ് വിവാഹിതനാണ്, ഇദ്ദേഹത്തിന് കുട്ടികളുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാതെ, അല്ലെങ്കിൽ ഒരു നാട്ടുനടപ്പനുസരിച്ച് വിവാഹം കഴിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ദീപ്തിക്ക് അത് മനസ്സിലാക്കാൻ 8-10 വർഷം, അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 8-10 വർഷം വേണ്ടി വന്നത് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മുൻപും ഇതേപോലെ ഒരു ആദിവാസി പെൺകുട്ടിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ കുട്ടി ഗർഭിണിയായി, ഞാൻ ഇതിനെ കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയാവാതെ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു വിഷമത്തിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നീണ്ട ഘോരഘോരം പ്രസംഗിച്ച് വീഡിയോ ഇട്ട് പിന്നീട് അതിന്റെ നിയമ നടപടി നേരിടേണ്ടി വന്നു. ആദിവാസികളെ കുറിച്ച്, അവരെ കുറിച്ച് ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ ഇവിടെ നിയമമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഏത് കാര്യങ്ങളും എനിക്കറിയായിരുന്നു, എന്നാലും ഞാനിങ്ങനെ ചെയ്തു, അങ്ങനെയാവും വിചാരിച്ചു, അതിലൊന്നും അർത്ഥമില്ല. നമ്മൾ ഇത്രയും പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അത് നെഗറ്റീവ് ഇടുന്നവരെ കുറ്റം പറഞ്ഞിട്ടോ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരെ വിമർശിച്ചിട്ടോ കാര്യമില്ല. പിന്നീട് അവർ ആ വീഡിയോയിൽ കുറേ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ യൂട്യൂബേഴ്സിനൊക്കെ വ്യൂ കുറയുന്നത് ബിഗ് ബോസ് വന്നുകൊണ്ടാണെന്ന് പറഞ്ഞു. യൂട്യൂബിന് അതിന്റെ എന്തെങ്കിലും അൽഗോരിതം കൊണ്ടോ, അവര് ചില സമയത്ത് ഇപ്പോൾ 10, 20, 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലൊക്കെ 2000, 3000 വ്യൂസ് ആയിട്ട് കിടക്കുന്ന, എത്രയോ കൃത്യമായിട്ട് വീഡിയോ ഇടുന്ന എത്രയോ ചാനലുകൾ 2000, 3000 വ്യൂസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഹിന്ദി ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ബിഗ് ബോസ് ഉള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ആരെ ഈ ബിഗ് ബോസ് കാണുന്നത്? ടി വിയിൽ കാണുന്ന കുറച്ച് പേര് കാണുന്നുണ്ടായിരിക്കും, 1 മണിക്കൂറൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും. അല്ലാതെ ഫുൾ ടൈം ലൈവ് കാണുന്ന ആരുണ്ടായിരിക്കും? തുടക്കകാലത്ത് കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കാം ആകെ ഇത് ചിലപ്പോൾ കുറച്ചൊക്കെ ലൈവ് കാണുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ആരെങ്കിലും ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് യൂട്യൂബ് കാണാതിരിക്കാൻ മാത്രം ഫുൾ ടൈം ഈ യൂട്യൂബ് കാണുന്നവർ മുഴുവൻ ബിഗ് ബോസിന് അടിമയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വെറും വിഡിത്തല്ലേ? ഏതെങ്കിലും യൂട്യൂബേഴ്സിന് അഭിപ്രായം ഉണ്ടോ ബിഗ് ബോസ് വന്നതുകൊണ്ട് യൂട്യൂബിന് വ്യൂസ് കുറഞ്ഞു എന്ന്? എനിക്ക് തോന്നുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. യൂട്യൂബിന്റെ മാറി വന്ന നിയമങ്ങളോ
അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ മുൻപ് ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോസ് ആയിരുന്നു ഈ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്, വെളുപ്പ് വർദ്ധിപ്പിക്കുന്നത്, അങ്ങനത്തെ വീഡിയോസ്. അതിന് വ്യൂസ് കുറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മളെ മുന്നിൽ തന്നെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ചാനലൊന്നും പറയുന്നില്ല. അവരും വിചാരിക്കുന്നത് അവർ കൃത്യമായിട്ട് വീഡിയോ ചെയ്യാത്തത് കൊണ്ടോ എന്തോ ആണ് വ്യൂസ് കുറഞ്ഞതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ യൂട്യൂബിന്റെ പോളിസി മാറുന്നതനുസരിച്ച് കുറഞ്ഞു പോകുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് കാലം യൂട്യൂബ് ചെയ്യുന്നവർക്കേ കൃത്യമായിട്ട് ഇതിന്റെ കാരണങ്ങൾ അറിയുള്ളൂ. നമുക്ക് പെട്ടെന്ന് വന്ന് പറയാൻ പറ്റുന്നതല്ലായിരിക്കാം. എന്നാലും പറയുകയാണ്, ബിഗ് ബോസ് കണ്ടതുകൊണ്ട് യൂട്യൂബ് കാണാതിരിക്കുന്നു ആളുകൾ എന്നുള്ളത് വെറും മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്തരം വലിയൊരു വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക, അതിന്റെ വിശദീകരണം കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ, ഞാൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു, എല്ലാം ശരിയായിരുന്നു എന്നുള്ള ഭാവത്തിൽ ഒരു മറുപടി കൊടുക്കുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.